പാലക്കാട്ടേക്ക് പോവുകയാണ്. അവിടെ ശ്രദ്ധേയമായ മത്സരം നടക്കുന്ന മണ്ഡലങ്ങളിലൊന്നാണ് തൃത്താല. അവിടെ തൃത്താലയിലെ UDF സ്ഥാനാർത്ഥി VT ബൽറാമിനെതിരെ രംഗത്തെത്തുന്നു KPCC മുൻ അംഗം K മുഹമ്മദ്. ബൽറാം തൃത്താലയിൽ വിമത പ്രവർത്തനമാണ് നടത്തുന്നത്. ബൽറാമും മുൻ DCC പ്രസിഡന്റ് CV ബാലചന്ദ്രനും കോൺഗ്രസിനെ നശിപ്പിച്ചു എന്നാണ് വിമർശനം. തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തെ പിന്തുണയ്ക്കുമെന്നും K മുഹമ്മദ് പറയുകയാണ്. അവിടെ സ്വൈരമായി പാർട്ടി പ്രവർത്തനം നടത്തണമെങ്കിൽ ചില ആളുകളുടെ ഏറാൻ മോളികളായി നിൽക്കേണ്ട സാഹചര്യമാണ് ഉള്ളത്. പാർട്ടിയിൽ ഉള്ളിൽ നിന്നുകൊണ്ട് പാർട്ടിക്കെതിരെ റബൽ നിർത്തുക, പാർട്ടിക്കെതിരെ ഭീഷണി ഉയർത്തുക, പാർട്ടിയെ മുൾമുനയിൽ നിർത്തി സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടാൻ ശ്രമിക്കുക, നേതാക്കന്മാർക്ക് സംരക്ഷണം കൊടുക്കുന്ന രീതിയാണെന്ന് അവിടെ പാർട്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് നേതൃത്വം നൽകുന്നത് ഇപ്പോഴത്തെ അവിടുത്തെ സ്ഥാനാർത്ഥി കൂടിയായ KPCC വൈസ് പ്രസിഡന്റ് ശ്രീ VT ബൽറാമും മുൻ DCC പ്രസിഡന്റ് ശ്രീ CV ബാലചന്ദ്രനും നിരന്തരമായി 1991 മുതലുള്ള ചരിത്രം നമുക്ക് നിങ്ങളുടെ മുന്നിൽ പറയാൻ കഴിയും. CPMന്റെ മെമ്പർമാരുടെ സഹകരണമാണ് എന്നെ 5 വർഷക്കാലം ആ ഭരണം പൂർത്തീകരിക്കാൻ എനിക്ക് സൗകര്യമുണ്ടായത് എന്നത് ഒരു വസ്തുതയാണ്. ഇക്ബാൽ അറക്കലാണ് ചേരുന്നത്. ഇക്ബാൽ, ഒരു മുതിർന്ന നേതാവാണ് ഇത്തരത്തിൽ രൂക്ഷമായ ഭാഷയിൽ വിമർശനം ഉയർത്തുന്നത്. ഇപ്പോൾ KPCC മുൻ അംഗമായ K മുഹമ്മദിന്റെ പ്രതികരണം നമ്മൾ കേൾക്കുമ്പോൾ ഇടതുപക്ഷത്തോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിക്കുകയാണ്. ആ തീരുമാനത്തിന് പിന്നിൽ ഇത്തരത്തിൽ കോൺഗ്രസിലെ പ്രശ്നങ്ങൾ തന്നെയാണ് അല്ലേ ഇക്ബാൽ? വിനീത, തീർച്ചയായും ഇത്തവണ പാലക്കാട് ജില്ലയിലെ ഏറ്റവും ശക്തമായിട്ടുള്ള പോരാട്ടം നടക്കുന്ന ഒരു മണ്ഡലമാണ് തൃത്താല. അവിടെ UDFന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് VT ബൽറാമാണ്. KPCC വൈസ് പ്രസിഡന്റ് കൂടിയാണ് VT ബൽറാം. പക്ഷേ VT ബൽറാമിനെതിരെ ഇപ്പോൾ രൂക്ഷമായിട്ടുള്ള വിമർശനമാണ് മുൻ KPCC അംഗവും ആനക്കര പഞ്ചായത്ത് പ്രസിഡന്റുമായിരുന്ന K മുഹമ്മദ് ഉയർത്തുന്നത്. തനിക്ക് സ്വതന്ത്രമായി ആനക്കര പഞ്ചായത്ത് പ്രസിഡന്റായി പ്രവർത്തിക്കാൻ പോലും VT ബൽറാമും അതുപോലെ തന്നെ മുൻ DCC പ്രസിഡന്റായിട്ടുള്ള CV ബാലചന്ദ്രന്റെയും ഇടപെടലുകൾ കാരണം സാധിച്ചിരുന്നില്ല. മാത്രമല്ല, വിമത പ്രവർത്തനമാണ് ഈ രണ്ടുപേരും തൃത്താലയിൽ നടത്തുന്നത്. അതിന്റെ പേരിൽ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ തൃത്താലയിലുള്ള കോൺഗ്രസ് പ്രവർത്തകർ നേരിടേണ്ടി വരുന്നുണ്ട്. ബൽറാമും മുൻ DCC പ്രസിഡന്റ് CV ബാലചന്ദ്രനും ചേർന്ന് തൃത്താലയിലെ കോൺഗ്രസിനെ നശിപ്പിച്ചു. കോൺഗ്രസുകാർ വിളിച്ചാൽ ഫോൺ പോലും എടുക്കാത്ത രീതിയിലേക്ക് VT ബൽറാം മാറി എന്ന രീതിയിലുള്ള രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ ഇന്ന് K മുഹമ്മദ് പാലക്കാട് പ്രസ് ക്ലബ്ബിൽ വെച്ച് ചേർന്ന മാധ്യമ അല്ലെങ്കിൽ വാർത്താ സമ്മേളനത്തിനിടയിൽ പറയുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. മാത്രമല്ല, തന്നെ പല കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് പാർട്ടിയിൽ നിന്ന് അകറ്റി നിർത്തി താനുമായി അടുത്ത് നിന്നുകൊണ്ട് അല്ലെങ്കിൽ അടുത്തു നിന്നുകൊണ്ട് പ്രവർത്തനം നടത്തിയതിന്റെ പേരിൽ പാർട്ടിക്ക് വേണ്ടി വർഷങ്ങളോളം പ്രവർത്തിച്ച 4ഓളം ആളുകളെ പാർട്ടിയിൽ നിന്നും പുറത്താക്കുന്ന സ്ഥിതിയും കഴിഞ്ഞ ദിവസം ഉണ്ടായി. ഇതൊന്നും അംഗീകരിച്ചുകൊണ്ട് ഇനിയും കോൺഗ്രസിൽ മുന്നോട്ട് പോകാൻ തങ്ങൾക്ക് സാധിക്കില്ല. ആനക്കര പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന തന്നെ പുറത്താക്കാൻ പല രീതിയിലുള്ള ശ്രമങ്ങളും VT ബൽറാമും CV ബാലചന്ദ്രനും നടത്തിയിരുന്നു. അന്ന് തന്നെ ചേർത്ത് നിർത്തിയ CPM ആണ്. മാത്രമല്ല, തൃത്താല മണ്ഡലത്തിൽ നിരവധി വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത് MP രാജേഷാണ്. അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് ഒരു അനുകൂലമായിക്കൊണ്ടുള്ള നിലപാടായിരിക്കും തങ്ങൾ സ്വീകരിക്കുക. തങ്ങളോടുകൂടെ ഒരുപാട് കുടുംബങ്ങളുണ്ട്. അവരെല്ലാം ചർച്ച നടത്തി ഉടൻ തന്നെ ഇടതുപക്ഷത്തിന് ഒരു പിന്തുണ പ്രഖ്യാപിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകും എന്നുള്ളതാണ് ഇപ്പോൾ K മുഹമ്മദ് വ്യക്തമാക്കിയിട്ടുള്ളത്. KPCCയുടെ മുൻ അംഗമാണ്. ആനക്കര പഞ്ചായത്തിലെ UDFന്റെ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായിരുന്നു K മുഹമ്മദ്. വിനീത, ശരി. അങ്ങനെ പ്രാദേശികമായ പല എതിർപ്പുകളും പല മണ്ഡലങ്ങളിൽ നിന്നും വരികയാണ്. തൃത്താലയിൽ നിന്നുള്ള വിവരങ്ങളാണ് നൽകിയത് ഇക്ബാൽ അറക്കൽ, ഞങ്ങളുടെ പ്രതിനിധി.